പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 2025-26 മോഡൽ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഓപ്പൺ ടൂൾസ് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ നാം കാണുന്നത്. ചോദ്യം ഒന്ന് വായിക്കാം. മരത്തിന് മുകളിൽ നിന്നും ദൂരേക്ക് പറക്കുന്ന ഒരു പക്ഷിയുടെ ആനിമേഷൻ ഓപ്പൺ ടൂൾസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തയ്യാറാക്കുക. സൂചനകൾ: എക്സാം 10 ഡോക്യുമെന്റ്സിലുള്ള ഓപ്പൺ ടൂൾസ് ഫോൾഡർ കോപ്പി ചെയ്ത് ഹോമിലെ ഡോക്യുമെന്റ്സ് ഫോൾഡറിൽ പേസ്റ്റ് ചെയ്യുക. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആദ്യമായി നാം ചെയ്യേണ്ടത് എക്സാം 10 ഡോക്യുമെന്റ്സിലുള്ള ഓപ്പൺ ടൂൾസ് ഫോൾഡർ കോപ്പി ചെയ്ത് ഹോമിലെ ഡോക്യുമെന്റ്സ് ഫോൾഡറിലേക്ക് പേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചോദ്യത്തിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആദ്യം ഈ വർക്ക് ചെയ്യാം. അതിനായി ഹോം ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നു. എക്സാം 10 ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്ത് ഓപ്പൺ ടൂൾസ് എന്ന ഫോൾഡർ കോപ്പി ചെയ്തതിന് ശേഷം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിലേക്ക് പേസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് ഓപ്പൺ ടൂൾസിൽ തയ്യാറാക്കുന്ന സീനിന് താഴെ പറയുന്ന വീഡിയോ പ്രൊഫൈൽ ഉപയോഗിക്കുക. നാം തയ്യാറാക്കുന്ന സീനിന് വേണ്ട പ്രൊഫൈൽ താഴെ നൽകിയിട്ടുണ്ട്. സീൻ നെയിം സീൻ 1 എന്നുള്ളതാണ്. ക്യാമറ സൈസ് HD 720 1280x720, 16:9. യൂണിറ്റ്സ് പിക്സൽ ആയിരിക്കണം. ഫ്രെയിം റേറ്റ് 12. ഈ പ്രൊഫൈൽ നൽകുന്നതിനായി ഓപ്പൺ ടൂൾസ് സോഫ്റ്റ്വെയർ നമുക്ക് ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഓപ്പൺ ടൂൾസ് എന്ന് സെർച്ച് ചെയ്യുന്നു. ഓപ്പൺ ടൂൾസ് സോഫ്റ്റ്വെയർ ഇവിടെ തുറന്നു വന്നിട്ടുണ്ട്. ഇവിടെ പുതിയ സീൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ന്യൂ സീൻ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇവിടെ സീൻ നെയിം ചോദ്യത്തിൽ പറഞ്ഞ പോലെ സീൻ 1 എന്ന് നൽകുക. ഫയൽ സേവ് ചെയ്യേണ്ടത് എങ്ങോട്ടാണ് എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തി കൊടുക്കുക. ഇവിടെ മൈ ഡോക്യുമെന്റ്സ് ഫോൾഡറാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ശേഷം ചൂസ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ക്യാമറ സൈസ് ചോദ്യത്തിൽ നൽകിയിരിക്കുന്ന പോലെ HD 720 എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. യൂണിറ്റ്സ് ഇവിടെ ഇഞ്ച് എന്നാണ് നൽകിയിരിക്കുന്നത്. പിക്സൽ ആക്കി മാറ്റുക. ഫ്രെയിം റേറ്റ് 24 എന്നുള്ളത് മാറ്റി ചോദ്യത്തിൽ നൽകിയിരിക്കുന്ന പോലെ 12 എന്നാക്കി മാറ്റുന്നു. അതിനുശേഷം ക്രിയേറ്റ് സീൻ ക്ലിക്ക് ചെയ്യുന്നു. 5 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു ആനിമേഷനാണ് നിർമ്മിക്കേണ്ടത്. 5 സീൻ എന്ന് പറയുമ്പോൾ ഫ്രെയിം റേറ്റ് 12 ആണ് നാം നൽകിയിരിക്കുന്നത്. ഒരു സെക്കൻഡിൽ 12 ഫ്രെയിം എന്ന് പറയുമ്പോൾ 5 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 60 ഫ്രെയിമുകളാണ് നാം തയ്യാറാക്കേണ്ടത്. ഓപ്പൺ ടൂൾസ് ഫോൾഡറിൽ നൽകിയ scenery1.png എന്ന ചിത്രം ബാക്ക്ഗ്രൗണ്ടായി ഉപയോഗിക്കാൻ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. സീനറി 1 എന്ന ഇമേജ് ബാക്ക്ഗ്രൗണ്ടായി ചെയ്യുന്നതിനായി ആനിമേഷൻ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. അതല്ല എങ്കിൽ എക്സിറ്റ് ഓപ്ഷനും നമുക്ക് തിരഞ്ഞെടുക്കാം. ഇവിടെ ഞാൻ ആനിമേഷൻ ഓപ്ഷൻ തിരഞ്ഞെടുത്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആനിമേഷൻ റൂമിൽ ഒന്നാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്യുന്നു. മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലോഡ് ലെവൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഓപ്പൺ ടൂൾസ് ഫോൾഡർ നേരത്തെ കോപ്പി ചെയ്തിട്ടുള്ളത് മൈ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന ഫോൾഡറിലാണ്. സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ ടൂൾസ് ഫോൾഡർ തുറക്കുന്നു. ഇവിടെ scenery1.png എന്ന ഇമേജ് നമുക്ക് കാണാം. സെലക്ട് ചെയ്ത് ലോഡ് ക്ലിക്ക് ചെയ്യുന്നു. തുറന്നു വരുന്ന വിൻഡോയിൽ ലോഡ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നു.
ഇതോടെ സീനറി നമ്മുടെ ക്യാൻവാസിൽ വന്നതായിട്ട് നമുക്ക് കാണാം. നേരത്തെ പറഞ്ഞ പോലെ 60 ഫ്രെയിമിലേക്കും ഈ സീനറി ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതിനായി ഒന്നാമത്തെ ഫ്രെയിമിലെ സീനറി അഥവാ ഒന്നാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്ത് ചുവടെ നൽകിയിരിക്കുന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി 60 ഫ്രെയിമിലേക്ക് ഉൾപ്പെടുത്തുക. ഇപ്പോൾ സീനറി 1 എന്ന ഇമേജ് 60 ഫ്രെയിമിലും ഉൾപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അടുത്തതായി പറഞ്ഞിരിക്കുന്നത് ഓപ്പൺ ടൂൺസ് എന്ന ഫോൾഡറിൽ നൽകിയ ബേർഡ് 1 എന്ന ഫോൾഡറിനുള്ളിലെ പക്ഷിയുടെ ചിത്രശ്രേണി ഉൾപ്പെടുത്തുക. പക്ഷിയുടെ ചിത്രശ്രേണി ഓപ്പൺ ടൂൺസ് ഫോൾഡറിൽ ബേർഡ് എന്ന പേരിൽ അഥവാ ബേർഡ് 1 എന്ന പേരിൽ നൽകിയിട്ടുണ്ട്. നമുക്കത് ഉൾപ്പെടുത്താം. രണ്ടാമത്തെ കോളം സെലക്ട് ചെയ്യുന്നു. ബേർഡ് 1 എന്ന ഫോൾഡറിലെ പക്ഷിയുടെ ശ്രേണി ഉൾപ്പെടുത്തുന്നതിനായി ലോഡ് ലെവൽ ക്ലിക്ക് ചെയ്തു. ബേർഡ് 1 എന്ന ഫോൾഡർ ക്ലിക്ക് ചെയ്തു. bird_png എന്ന പേരിൽ 6 ഫ്രെയിമുകളിലായി പക്ഷിയുടെ ചിത്രശ്രേണി നമുക്ക് കാണാം. സെലക്ട് ചെയ്തു ലോഡ് ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന വിൻഡോയിൽ ലോഡ് ക്ലിക്ക് ചെയ്യുക. ഇതോടെ 6 ഫ്രെയിമുകളായിട്ടുള്ള പക്ഷിയുടെ ശ്രേണി ഇവിടെ വന്നിട്ടുണ്ട്. ഈ പക്ഷിയുടെ ചിത്രങ്ങൾ 60 ഫ്രെയിമിലേക്കും നാം ഉൾപ്പെടുത്തേണ്ടതുണ്ട്. തുടർച്ചയായി 60 ഫ്രെയിമിലേക്കും ഈ ചിത്രം ഉൾപ്പെടുത്തുന്നതിനായി ഇവിടെ നാം ഉൾപ്പെടുത്തിയ 6 ഫ്രെയിമുകളും സെലക്ട് ചെയ്യുകയാണ് വേണ്ടത്. 6 ഫ്രെയിമുകളും ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നതിനായി ബേർഡ് 1 എന്ന ഒന്നാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്ത് കീബോർഡിലെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് 6ാമത്തെ ഫ്രെയിം ക്ലിക്ക് ചെയ്യുക. ഇതോടെ 6 ഫ്രെയിമുകളും സെലക്ഷൻ ആയിട്ടുണ്ട്. ഇത് മറ്റു ഫ്രെയിമുകളിലേക്ക് ഉൾപ്പെടുത്തണം. അതായത് 60 വരെയുള്ള ഫ്രെയിമുകളിലേക്ക് തുടർച്ചയായി ഉൾപ്പെടുത്തുന്നതിനായി മുകളിൽ കാണുന്ന റിപ്പീറ്റ് ഓപ്ഷൻ ഉപയോഗപ്പെടുത്താം. മുകളിൽ ഇവിടെ കാണുന്ന റിപ്പീറ്റ് ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി ×1 എന്നിവിടെ നൽകിയിട്ടുണ്ട്. മാറ്റം വരുത്തേണ്ടതില്ല. അപ് ടു ഫ്രെയിം എന്നുള്ളത് 60 ഫ്രെയിം എന്നാക്കി മാറ്റുക. അതിനുശേഷം റിപ്പീറ്റ് ക്ലിക്ക് ചെയ്യുക. ഇതോടെ പക്ഷിയുടെ ശ്രേണി 60 ഫ്രെയിം വരെ ഉൾപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അടുത്തതായി ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഓപ്പൺ ടൂൺസ് ഫോൾഡറിൽ നൽകിയ music1.mp3 എന്ന ഓഡിയോ ഫയൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കോളം സെലക്ട് ചെയ്യാം. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലോഡ് ലെവൽ സെലക്ട് ചെയ്തു. ഇവിടെ നൽകിയിരിക്കുന്ന music1.mp3 എന്നുള്ള ഫയലാണ് നാം സെലക്ട് ചെയ്യുന്നത്. ലോഡ് ചെയ്യുന്നു. വീണ്ടും ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അതോടെ music1 എന്ന ഫയൽ നമുക്കിവിടെ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ music1 എന്ന ഓഡിയോ 60 ഫ്രെയിമിനേക്കാൾ കൂടുതൽ ഉള്ളതുകൊണ്ട് ബാക്കി ഭാഗം നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. 61 മുതൽ അവസാനിക്കുന്നത് വരെയുള്ള ഫ്രെയിം ഷിഫ്റ്റ് ബട്ടൺ ഉപയോഗപ്പെടുത്തി
സെലക്ട് ചെയ്ത് കീബോർഡിലെ ഡിലീറ്റ് ബട്ടൺ ഉപയോഗപ്പെടുത്തി ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നാം മുഴുവൻ ഫയലുകളും വ്യത്യസ്ത കോളങ്ങളിലേക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞു. ചോദ്യത്തിൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ മരത്തിന് മുകളിൽ നിന്നും ദൂരേക്ക് പറന്നു പോകുന്ന പക്ഷിയുടെ ആനിമേഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനി നാം ചെയ്യേണ്ടത്. അതിനായി പക്ഷി ഉൾപ്പെടുന്ന കോളത്തിലെ ഒന്നാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്ത് പക്ഷിക്ക് ആനിമേഷൻ നൽകുന്നതിനായി ഇടത് ഭാഗത്ത് കാണുന്ന ആനിമേറ്റ് ടൂൾ ക്ലിക്ക് ചെയ്യുക. ആനിമേറ്റ് ടൂൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി മുകളിൽ പൊസിഷൻ, റൊട്ടേഷൻ, സ്കെയിൽ, ഷിയർ, സെന്റർ, ഓൾ എന്നീ പേരുകളിൽ വിവിധ ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ പക്ഷിയുടെ സ്ഥാനം മാറ്റുന്നതിനായി പൊസിഷൻ എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്താം. പൊസിഷൻ സെലക്ട് ചെയ്ത ശേഷം പക്ഷിയെ മരത്തിന്റെ കൊമ്പിലേക്ക് ഉൾപ്പെടുത്താം. പക്ഷിയുടെ വലിപ്പം ക്രമീകരിക്കുന്നതിനായി സ്കെയിൽ ഓപ്ഷൻ ഉപയോഗപ്പെടുത്താം. സ്കെയിൽ ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി പക്ഷിയുടെ വലിപ്പം കുറക്കാവുന്നതാണ്. ഈ പക്ഷി ദൂരത്തേക്ക് പറന്നു പോകുന്ന ആനിമേഷനാണ് തയ്യാറാക്കേണ്ടത്. ഇനി അവസാനത്തെ ഫ്രെയിമിൽ എവിടെയാണോ പക്ഷി എത്തേണ്ടത് എന്നുള്ള സ്ഥാനം ക്രമീകരിക്കുകയാണ് വേണ്ടത്. അതിനായി പക്ഷി ഉൾപ്പെടുന്ന കോളം സെലക്ട് ചെയ്ത് 60ാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്യുക. ഇവിടെ പക്ഷിയുടെ സ്ഥാനം മാറ്റി ക്രമീകരിക്കേണ്ടതുണ്ട്. അതിനായി പൊസിഷൻ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് പക്ഷിയുടെ സ്ഥാനം കൃത്യമായി ക്രമീകരിക്കുക. ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ഫ്രെയിമിൽ സെലക്ട് ചെയ്ത് ഇവിടെ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ പക്ഷി സ്വാഭാവികമായി പറന്നു പോകുന്ന രീതിയിൽ ക്രമീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫയൽ സേവ് ചെയ്യുകയാണ് വേണ്ടത്. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് വായിച്ചു നോക്കാം. പൂർത്തിയാക്കിയ ആനിമേഷൻ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ഫ്ലൈയിങ് ബേർഡ് എന്ന ഫയൽ നാമം നൽകി exam10_product എന്ന ഫോൾഡറിൽ MP4 വീഡിയോ ആയി സേവ് ചെയ്യുകയാണ് വേണ്ടത്. ഡെസ്ക്ടോപ്പിലാണ് എക്സ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ പുനർനാമകരണം ചെയ്ത് exam10_product എന്ന ഫോൾഡറിലേക്ക് മാറ്റണം. നമുക്ക് ആ രീതിയിൽ ചെയ്യാവുന്നതാണ്. റെൻഡർ ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി MP4 വീഡിയോ ആയി നമുക്ക് അത് മാറ്റാം. അതിനുശേഷം exam10_product എന്ന ഫോൾഡറിലേക്ക് പേര് മാറ്റി സേവ് ചെയ്യാവുന്നതാണ്. MP4 വീഡിയോ ആയിട്ട് റെൻഡർ ചെയ്യുന്നതിന് റെൻഡർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ഫാസ്റ്റ് റെൻഡർ ടു MP4 എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ റെൻഡറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റെൻഡർ ചെയ്യുന്ന ഫയൽ ഡെസ്ക്ടോപ്പിലേക്കാണ് സേവ് ആയിട്ട് വരുന്നത്. റെൻഡറിങ് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. നാം തയ്യാറാക്കിയ വീഡിയോ ഒന്ന് പരിശോധിക്കാം. ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ചെയ്തിട്ടുള്ള ഫയൽ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ആനിമേഷൻ വീഡിയോ ശബ്ദത്തോടു കൂടി തയ്യാറാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഫയൽ റീനെയിം ചെയ്ത് exam10_product എന്ന ഫോൾഡറിലേക്ക് സേവ് ചെയ്യുകയാണ് വേണ്ടത്. വീഡിയോ കോപ്പി ചെയ്ത്
ഹോം ഫോൾഡർ ഓപ്പൺ ചെയ്ത് exam10_product എന്ന ഫോൾഡർ തുറന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നാം തയ്യാറാക്കിയ വീഡിയോ ചോദ്യത്തിൽ നിർദ്ദേശിച്ച പോലെ exam10_product എന്ന ഫോൾഡറിലേക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ ഫയൽ നെയിം ചോദ്യത്തിൽ പറഞ്ഞ പോലെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ഫ്ലൈയിങ് ബേർഡ് എന്ന് നൽകേണ്ടതുണ്ട്. അതിനായി വീഡിയോയിൽ സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റീനെയിം ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. രജിസ്റ്റർ നമ്പർ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്യുക. അണ്ടർസ്കോർ ഫ്ലൈയിങ് ബേർഡ് എന്ന് ടൈപ്പ് ചെയ്ത് പ്രവർത്തനം പൂർത്തിയാക്കാൻ സാധിക്കും.